സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉച്ച സമയത്ത് മീനോ ചിക്കനോ അങ്ങനത്തെ നോൺ വെജ് പലഹാരങ്ങളൊന്നും അല്ല ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇന്നത്തെ കലവറയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ആണെങ്കിൽ പൈനാപ്പിളും ലൈമും അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കുറേ മസാല, ചെറിയുള്ളി, പഞ്ചസാര, തൈര്, അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ഇന്നത്തെ ഡിഷ് എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം വളരെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ആൻഡ് നോൺ വെജ് ഒന്നും ഇല്ലതാനും ഫ്രൂട്ട് പോലെ ഒരു പൈനാപ്പിളും ലൈമും ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്നത്തെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള മിക്സ്ഡ് ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കായി നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ മേഖലയിലും ഭയങ്കരമായിട്ട് തകർത്തോണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഷെഫിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളെ. നമസ്കാരം. ഹൗ ആർ യു? ഓൾ ഗുഡ്. തകർത്തോണ്ടിരിക്കല്ലേ? ഇല്ല ഷെഫ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും അങ്ങനെ സകല കലാ മേഖലകളിലും ഷെഫ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കണല്ലോ അല്ലെ? എന്താണ് അതിന്റെ ഒരു രഹസ്യം നമ്മളോടൊന്ന് പറയുകയാണെങ്കിൽ രണ്ട് ടിപ്സ്. പണിയെടുക്കാന്നുള്ളതാണ് ഇതിനുള്ള ടിപ്പ് എന്ന് പറയുന്നത് അല്ലെ? നമ്മളെ ജോലി കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുക. പുഴുങ്ങി തിന്നോ? ഇത് പണിയായിരിക്കും. പണിയാണോ? ഒന്നുകൂടെ വിളിക്കണ്ടേ? ഒന്നുകൂടെ വിളിക്കേണ്ടത്. കാരണം ഇന്ന് നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡ് വന്നിട്ട് കൊല്ലം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൊല്ലംകാർ ബെൽറ്റ് ആയിരുന്നു. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ തകർത്ത് മീനൊക്കെ ഉണ്ടാക്കി കുറെ കഥകളൊക്കെ പറഞ്ഞ് ഒരു പാവം നമ്മുടെ നത്ത് അല്ലേ? അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ ഓൾറെഡി ഗസ്റ്റ് നമ്മൾ പറഞ്ഞു, നത്താണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നത്തിന് ഈ എപ്പിസോഡ് വന്നിട്ട് അതെ ലാലേട്ടൻ ഇട്ട് കൊടുത്ത എട്ടിന്റെ പണിയുടെ ഉടമസ്ഥനും അല്ലെ, വീണ്ടും പുതിയ പുതിയ സിനിമകളും ഇതിന്റെ ഇടയിൽ പെണ്ണുകേസിൽപ്പെട്ട് അതും വിവാദമാക്കി അതും കണക്ക് ആ പെണ്ണുകേസല്ല സിനിമയുടെ അതിനകത്തൊക്കെ തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ പ്രിയ സുഹൃത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. രാഷ്ട്രീയ ലുക്കിലൊക്കെയാണല്ലോ ഇന്ന് ഫുൾ തകർത്ത മുണ്ടും ഇങ്ങനെ നേരത്തെ ഞാൻ വന്നപ്പോൾ ഭയങ്കര ഒഫീഷ്യൽ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ. ഇപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ സ്വന്തം സ്ഥലത്ത് വരുന്ന പോലല്ലേ, സിമ്പിളായിട്ട് പെണ്ണ് കേസ് നല്ല രസമുള്ള പെണ്ണ് കേസ്, നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ട്. പരിപാടിയൊക്കെ എളുപ്പമല്ലേ? ആ പിന്നെ മീൻകറിയൊക്കെ തകർത്തില്ലേ? അടിപൊളി, സൂപ്പർ. നത്ത് പറ്റിച്ച മത്തി അത് ബ്രാൻഡ് ആവട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ എപ്പിസോഡ് പോയി ഇവിടുന്ന് സുഖം തന്നെ അല്ലേ? സന്തോഷം. കണ്ടിട്ടേ ഇല്ല, അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അത് അപ്പൊ പുതിയ ഈ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ആക്ച്വലി പുതിയ പടങ്ങളുടെ ഒത്തിരി ഡിസ്കഷൻസ് പറഞ്ഞു. ഞാൻ ആ കാര്യം പറയട്ടെ, വല്ല സിനിമയിൽ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അഭിനയിക്കണമെന്ന് അതിയായ മോഹമായിട്ട് കോടമ്പക്കത്തേക്ക് വണ്ടി കയറാൻ നിന്നാ ഞാൻ ആ വിളിച്ചതിനകത്ത് കൊണ്ടുവന്ന കോമ്പറൊക്കെ ആക്കി. അതെ അതെ, വരുന്നോണോ ചെറുതോണോ? ഇത് ചെയ്തോണ്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കണം. വലിയ പണി വേണ്ട, ചെറിയ പണി മതി. ഓക്കെ, അപ്പം തുടങ്ങിക്കോളൂ. ഇന്ന് നമ്മുടെ ഡിഷ് എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കായിരുന്നു. പൈനാപ്പിൾ പുഴുങ്ങാൻ പോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഡിഷിന് എന്തായാലും ഷെഫ് ആയതുകൊണ്ട് ഒരു വെറൈറ്റി നെയിം ഉണ്ടാവും. നേരത്തെ ഒരു പേരിട്ടായിരുന്നു. ഇതിനെന്ത് പേരിടാം? ഇതിനെന്ത് പേരിടാനാണ് നത്തിന് തോന്നുന്നത്? ഇതിന്റെ ലൈമ് ഇത്രയും സാധനങ്ങളാണ് കാണിക്കുന്നത്. അതെ, കഴിഞ്ഞിട്ട് എന്താണോ ആവുന്നത് അതിന്റെയാണ് നമ്മൾ അനുസരിച്ചാണ് പേരിടുന്നത്. പക്ഷെ എന്തായാലും ഷെഫ് പേര് പറയുന്നേരം അതിന് മുമ്പ് നത്തെ ഇപ്പം 2026 ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് വർഷം? തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. തന്നെ 2 പടം റിലീസ്. അപ്പം ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണുള്ളത്? ഇപ്പം തുടങ്ങാൻ പോകുന്ന അൽത്താഫ് സലീം നായകനായിട്ടുള്ള പടം, പിന്നെ നമ്മുടെ ഷമ്മിത്തുലാൻ സാറിന്റെ മകൻ അഭിനയിക്കുന്ന ഒരു പടം, പിന്നെ ഏപ്രിലിൽ തന്നെ വീണ്ടും അൽത്താഫ് സലീം ആയിട്ടുള്ള പടം. നമ്മളിന്ന് എന്താണ് ഇത്? ഇത്രയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ടൈം. കഴിഞ്ഞു. ചോപ്പ് ചെയ്ത് മതി. നമ്മുടെ പൈനാപ്പിൾ സസ്പെൻസ് കറി റെഡി. ഇതാണ് നമ്മുടെ എന്ത്
ഓ ഗോഡ് സംടൈംസ് യു ആർ അതെ വെരി വെരി ക്രൂവൽ. ഒന്നും പറയില്ല. ചതിക്കാനും ചതയ്ക്കാനും അല്ല പിന്നെ കേക്കുണ്ടോ? കേട്ട് ഷെഫിനെ കുറിച്ചാ പറഞ്ഞത്. ഞാൻ ആലോചിച്ച് എന്താ റിയാക്ട് ചെയ്യാൻ. ചതിക്കാനും ചതയ്ക്കാനും എന്ന് പറഞ്ഞത് ചതയ്ക്കുന്ന ആളെ പറ്റിയ. എന്നെ കഴിഞ്ഞ എപ്പിസോഡിലും പലരോത്തും ഈ എപ്പിസോഡ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ആദ്യം എണ്ണ ഒഴിക്കാം. ഒന്ന് ചൂടായിട്ട് എണ്ണയല്ല ഗീയ ഒഴിച്ചത്. ഓ നെയ്യാണ് ഒഴിച്ചേട്ടാ. സോറി. ആദ്യം നെയ്യ് ഒഴിക്കാം. ഫുള്ള് ഒഴിക്കണ്ട. ഫുള്ള് ഒഴിച്ചു. ഇഷ്ടംപോലെ ചെയ്തോ. എല്ലാരും സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഓക്കെ, അതിലേക്ക് കുറച്ച് കടി കെട്ടിട്ടുണ്ട്. ഇതാണ്. എന്നിട്ട് പറയോ നത്തിനറിയോ ഷെഫ് ഭയങ്കര തിരക്കുള്ള ഒരു ഭയങ്കര ട്രാവലിംഗ് ആണ്. ഈ മാസത്തേക്ക് ഓൾറെഡി 3 ട്രാവലും കൂടെ ഉണ്ട്. പറയണ്ടേ? ഇതൊക്കെ ആൾക്കാർ അറിയണ്ടേ? ഞാനല്ല. അതെ, പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? വേണ്ട, ഇതൊക്കെ കാണുന്നുണ്ടോ? ഇത്രയും കൊക്കെന്നാണ് ചാനലിന്റെ പേര്. ആൻഡ് ഓൾസോ മറ്റേ ഇപ്പം നത്ത് എന്ന് പറയുന്ന ആ പേര് പിന്നെയും ഫേമസ് ആയില്ലാണ്. കളങ്കാവലിന്റെ അകത്ത് വിനായകൻ ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരിന് നത്തുന്നല്ലേ? ആദ്യം ഞാൻ ഈ കണ്ണൂർ സ്കൂളിന്റെ ലൊക്കേഷനിൽ ഞാൻ മമ്മൂക്കെ കാണാൻ പോയി. ഫസ്റ്റ് ടൈം കാണുന്ന വെച്ചാൽ അപ്പൊ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും രാജീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറി നിൽക്കാൻ കുറച്ച്. അല്ല ഇതാ ഇട്ട് മൊത്തം ഇട്ടോ. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ എന്നപ്പോഴത്തേക്കും അവിടെ വെച്ച് തന്നെ അവൻ പരിചയപ്പെടുത്തിയ മമ്മൂക്ക നത്തെന്നും പറഞ്ഞു. അപ്പൊ മമ്മൂക്ക ചോദിച്ചാൽ അത് ഞാനല്ലേ, കാരണം പുള്ളി നത്ത് നാരായണൻ എന്നും പറഞ്ഞ് പഴയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞളല്ലേ ഇട്ടത്? ഒരു തരി മഞ്ഞളിട്ടു. പിന്നെന്താ ഇട്ടത്? ഈ ചെറിയുള്ളി ഞാൻ ചതച്ച് വെച്ചായിരുന്നു. വെറുതെ ചെയ്യാൻ തന്നാണോ? ആവശ്യമില്ലാന്നല്ലോ. കണ്ടോ? ആവശ്യമില്ലാത്ത സാധനങ്ങൾ തന്നിട്ട് വെറുതെ ചതച്ചിക്കാൻ പറഞ്ഞിട്ട് അവിടെ വെക്കാം. ഇതാണ്. അപ്പൊ ഞാനിപ്പോ അത് ചെയ്തുതരാം. പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മള് നെയ്യിട്ടു, കടുകിട്ടു, എന്നിട്ട് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി ആഡ് ചെയ്തു. പിന്നെ ഇപ്പൊ ഇതാ ചെറിയ മുളക് ആഡ് ചെയ്യുന്നു. കാന്താരി മുളക് ആഡ് ചെയ്യുന്നു. ചെറിയ മുളക് നമുക്ക് പറയാം. കാന്താരി മുളക് ആഡ് ചെയ്യുന്നു. എന്താണ് ഒരു സീരിയസ് ആയിട്ടുള്ള മുഖമൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ പക്ഷെ കുക്കാണല്ലോ. അപ്പൊ നമ്മളിത് സീരിയസ് ആയിട്ട് ഇത് ആഡ് ചെയ്യാം. അതിന്റെ കൂടെ പിന്നെ കുറച്ച് കാന്താരി മുളക് ആഡ് ചെയ്യാം. പിന്നെ ഷെഫ് എന്താ ഇട്ടേക്കണേ? കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഓക്കെ, ഇഞ്ചി ചതച്ചിട്ടും കൂടെ ആഡ് ചെയ്യാം. അത് പൊട്ടിച്ചിട്ടാട്ടോ ഇട്ടത്. ആ തണ്ട് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ എങ്ങനെ വെറുതെ ഒന്ന് നടുക്കുന്ന പൊട്ടിച്ചിട്ട് വെറുതെ ഇട്ടോ? പിന്നെ ഉപ്പിട്ടോ? നമ്മള് ഉപ്പിടണം. ഞാൻ ഇതെന്താ പിന്നെ ഇത് എന്തത് ഓരോന്ന് കഴിയുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? ഓക്കെ, ഇതേ ഉപ്പിടട്ടെ കുറച്ച്. മതിയോ? ഇട്ടു. പിന്നെ ഈ ഇഞ്ചി ഇടട്ടെ. ഇഞ്ചി നേരത്തെ ഇട്ടായിരുന്നു. ഞങ്ങളിപ്പോ റെഡി. പിന്നെ ഇപ്പൊ എന്തോ കൂടെ ആഡ് ചെയ്ത്. എന്തായിരുന്നു ആഡ് ചെയ്ത്? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത്. ആഡ് ചെയ്യട്ടെ? ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നത്തിന്റെ ഡിഷാ. ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞോ? ബാക്കി നെയ്യും കൂടെ അവസാനം ചെയ്യുന്നതൊക്കെ അപ്പത്തേക്കും മറ്റേ സീരിയസ് ഫേസ് ഒക്കെ മാറി. അത് തന്നെ ആക്ച്വലി ഞാൻ കുക്ക് ചെയ്യട്ടോ. ഞാന് കുറച്ച് ഈ പറഞ്ഞ പോലെ 40 ഷെഫിന്റെ റെസിപ്പീസ് ഒന്നും നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിരുന്ന് നമ്മൾ പഠിക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് രുചിച്ച് കഴിച്ചിട്ട് സമാധാനമായിട്ട് പോകും. പക്ഷെ 40ന് മുകളിൽ റെസിപ്പീസ് ആണ്
പ്യുവർ റെസിപ്പീസ് അല്ലേ? അല്ലേ? ഷെഫിന്റെ മാത്രമായിട്ടുള്ള റെസിപ്പീസ് വേറെ എവിടെയൊന്നും കണ്ടിട്ടില്ല. നോക്കട്ടെ, വേറെ എവിടെ അടുക്കളയിൽ പോയിട്ടുണ്ടോ? ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് തിരിച്ചിങ്ങനെ അതെ, നല്ല കാര്യം. ഓം ശിവേ ഹീം ഹുമീം മാണി മാണി നമുക്ക് അറിയപ്പില്ല. ഇല്ലല്ല, നെയ്യ് പിന്നെ ഒഴിച്ചു. അതോട്ടാ ബാക്കിയുള്ള നെയ്യ് മൊത്തത്തിൽ പോവാം. ആഹാ, എന്റെ മോനെ. ഈ ഡിഷിന്റെ പേര് പൈനാപ്പിൾ സസ്പെൻസ് കഴിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കോ? പൈനാപ്പിൾ സസ്പെൻസ്. മോളെ പിന്നെ നമുക്ക് നത്തിന്റെ ഒരു 2 മിമിക്രി ഒരു ഓർമ്മയ്ക്കായി നമ്മളെല്ലാം നമ്മുടെ കൊച്ചു പ്രേമൻ ചേട്ടന്റെ സൗണ്ട്. കൂട്ടരെ കരിയിലൊരു കോളിട്ടു കേട്ടു. ആ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന പദത്ത്, ആ കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്ന പോട് വയ്ക്കുന്ന നല്ലതായിരിക്കും കേട്ടു. ആ മച്ചമ്പിയേ ഞാനറിഞ്ഞേ കൊച്ചമ്പിയേ. പുള്ളി അറിയാം നിനക്ക്? എനിക്കറിയാം, എനിക്ക് മനസ്സിലാട്ടോ. ഇല്ല, ഒന്നും ഞാൻ ഈ മിമിക്രിയിൽ അങ്ങോട്ട് ആഴ്ന്നു പോയി. അതുകൊണ്ട് അറിഞ്ഞില്ല എന്താണ് നടന്നത് ഇവിടെ. എന്താണ് ഇവിടെ നടന്നത് പറഞ്ഞു തരാനുള്ള മനസ്സുണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന മനുഷ്യാണ്. എനിക്ക് വലിയ പ്രതീക്ഷ. അതല്ല, അവിടെ കുഴപ്പമില്ല, ഇവിടെ സിനിമയിൽ അഭിനയിക്കണോ ഭയങ്കരമായി. ഓക്കെ, കമോൺ, എന്തൊക്കെയാണ് ആഡ് ചെയ്തത് ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കൂ. നമ്മൾ നന്നായിട്ട് നെയ്യിൽ പൈനാപ്പിൾ സോട്ട് ചെയ്ത് നമുക്ക് പുട്ട് കഴിക്കാം, അതേപോലെ പൊറോട്ട കഴിക്കാം. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു കറി ചടപടയെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൈനാപ്പിൾ സസ്പെൻസ് എന്ന് പറഞ്ഞ കറി ചെയ്യാൻ പറ്റും. ആക്ച്വലി ഒരു പൈനാപ്പിൾ സ്റ്റൂ പോലത്തെ ഒരു കറിയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്ത് മാറാം. ഓൾറെഡി ഇതിൻ്റെ സോട്ടിങ് എല്ലാം കഴിഞ്ഞതൊരു പരുവത്തിലായ ഉപ്പും പുളിയൊക്കെ നോക്കാൻ പറയാം. ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു സൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞ് നമുക്ക് അതുകൂടെ കേൾക്കാം. അത് മതി, അതാണ്, അത് മതി എന്ന് കൊച്ചു പറഞ്ഞൊന്നും കേൾക്കത്തില്ല. ഇതിൻ്റെ അകത്ത് നല്ല സൗണ്ട് വരുന്നുണ്ട്. പരിപാടികളൊക്കെ അപ്പം പൊതുവെ അടുക്കള പട്ടിണി കിടക്കാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ അറിയാം, മാനേജ് ചെയ്യാൻ അറിയാം. എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, ക്യാമറ കണ്ടോണ്ടിരിക്കില്ല. അപ്പൊ എന്റെ മാത്രമല്ല, എണ്ണ ഫുള്ളില്ല കേട്ടോ, കുറച്ചുള്ള കുറച്ചുകൂടെ ഇടാം. ഓക്കെ, അതിൻ്റെ കൂടെ എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി തൈര് മൊത്തം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. തേങ്ങാപ്പാൽ എനിക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തത്തേ, ഇതിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോ തൈരാൻ തോന്നുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പറ്റില്ല. അപ്പൊ എന്നെ കാട്ടും അതപ്പതിച്ചു. അപ്പൊ കുഴപ്പമില്ല. ഷുഗർ ആഡ് ചെയ്യണം. ഷുഗറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടോ. അവസാനം എന്താ, നാരങ്ങി പിഴിഞ്ഞൊഴിച്ചു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, പാലും നാരങ്ങയോടും പിരിയില്ലേ? പാലാകുമ്പോ അപ്പം കുഴപ്പമില്ല, ഇത് പിരിയത്തില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു ലാസ്റ്റ് റിക്വസ്റ്റ് ആണ് മൊത്തം, ഒരു പാട്ടും കൂടെ പാടുന്നു. ലാസ്റ്റ് റിക്വസ്റ്റ്. ഇനി ഞങ്ങൾ ഒരു റിക്വസ്റ്റ് കാണും, എന്തായാലും കാണും. പക്ഷെ ഒരു പാട്ട് തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ. എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലും. എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലും. വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെൻ്റെ വീട്ടിലാക്കൂ. തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ.
ഒരു തേങ്ങ എൻ്റെ അരയ്ക്കാൻ തന്നാൽ ഞാൻ അരമൂറി തേങ്ങ അരച്ചിട്ടുള്ളേ. ഒരു തേങ്ങ എൻ്റെ അരയ്ക്കാൻ തന്നാൽ ഞാൻ അരമൂറി തേങ്ങ അരച്ചിട്ടുള്ളേ. വേണമെങ്കിലും പിന്നെ വേണ്ടെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെൻ്റെ വീട്ടിലാക്കൂ. തന്നാന നാന നാന നാനേ അങ്ങനെ അവസാനമായിട്ടുള്ള ഷെഫിന്റെ ആഗ്രഹം നടത്തി കൊടുത്തത് കുഴപ്പമില്ല, മനസ്സിലാക്കും. നല്ല അടിപൊളിയായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന മഞ്ഞപ്പൊടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കലർപ്പില്ലാത്ത നാടൻ രീതിയിൽ കഴുകി വൃത്തിയാക്കി രുചിക്കൂട്ടുകളായി നമ്മുടെ KM ടേസ്റ്റി പ്ലസിന്റെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഇതിന്റെ പൗഡേഴ്സ് ആണ്, ലൈക്ക് മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്തത്. അപ്പം ഈ സമയം കൊണ്ട് ഇതെല്ലാം നമ്മുടെ എല്ലാ ലീഡിംഗ് സ്റ്റോഴ്സ് ഇൻ കേരളയിൽ അവൈലബിൾ ആണ്. അപ്പം ഇന്ന് നമ്മൾ പൂരി പ്ലസ് ഈ ഡിഷും കൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇന്നത്തെ ആ ഒരു പൈനാപ്പിൾ സസ്പെൻസ് കറിയുടെ കൂടെ നമ്മൾ കഴിക്കുന്നത് പൂരിയാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റിംഗ് സെറമണിയിലോട്ട് പോവുകയാണ്. അടുത്ത വെറൈറ്റി റെസിപ്പി ഓഫ് അവർ ഷോ, പൂരി ആൻഡ് പൈനാപ്പിൾ സസ്പെൻസ് കറി. പാനിപൂരി ഉണ്ട്, പൈനാപ്പിൾ പൂരി. അപ്പൊ എങ്ങനെയാണോ കഴിക്കുന്നത്? വെറൈറ്റിക്കൊക്കെ നമുക്ക് നന്നായിട്ട് ഞെവിടുക. എന്നിട്ട് അപ്പുറത്തെ പൂരി ഒരു വലിയ പീസ് എടുക്കാം. എങ്ങനെയുണ്ട് പൈനാപ്പിളും ആ കാന്താരി മോനെ? എക്സ്ട്രാ കറി പറഞ്ഞു അവനാ അങ്ങനെ പറയും. കൊടുത്ത അതെ, ഞാൻ എക്സ്ട്രാ കറിയാണോ എനിക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ മാറ്റി പ്ലേറ്റ്. നിനക്കല്ല, അതിനാന്ന്. ആയിക്കോട്ടെ, ഒരുപാട് തിന്നാ മതി. ഇതിന്റെ പകുതിയുള്ളായിരുന്നു, ഇതിനകത്ത് 10 കിലോ സൂര്യപ്പൂമണിയില. പൈനാപ്പിളൊക്കെ എല്ലാ വീട്ടിലും ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള സ്റ്റൂ അല്ലേ, പൈനാപ്പിൾ സ്റ്റൂ. ആക്ച്വലി നല്ല ടേസ്റ്റ് കിട്ടോ. പൈനാപ്പിളൊക്കെ നല്ല ചൂയി ആയിട്ടുണ്ട്. ആ ടേസ്റ്റും മധുരവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറി. പൈനാപ്പിൾ സ്റ്റൂ അതായിരുന്നു നമ്മുടെ കറിയുടെ പേര്. നമ്മളതിനെ പൈനാപ്പിൾ സസ്പെൻസ് എന്നാക്കി ഈ പേരും അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഉണ്ട്. അടിപൊളി. എന്താണ് അഭിപ്രായം? നമ്മളെ പറ്റിയൊക്കെ ഒരു അഭിപ്രായം എന്താ? ഒരു രക്ഷയില്ല. നേരത്തെ നന്നായിരുന്നു അതിന്റെ വിശ്വാസം. നന്നായിരുന്നു, ഞാൻ കഴിച്ചില്ലല്ലോ. ഓക്കെ, കഴിച്ചൊക്കെ സ്വന്തം ഉണ്ടാക്കിയത്. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? അതെന്തായാലും കാണുമല്ലോ, എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാലോ അല്ലേ? കഴിക്കാൻ നമുക്ക് പോരായ്മ എന്നല്ല, ഓരോന്നും ഓരോ കൈയല്ലേ. ഇതിനകത്ത് ചില മധുരം മുമ്പോട്ട് നിൽക്കുന്നു ഉണ്ട്. ഞാൻ എന്താ പഞ്ചസാര കുറേ ഇട്ടോ? ഓർമ്മയില്ല. പ്രൊഡ്യൂസർ പിറകെ നടന്ന് പഞ്ചസാര ഇടാൻ പറയുന്നതാണ്. കാരണം നത്തിന്റെ പൈനാപ്പിള് ഇച്ചിരി മധുരമുള്ള പൈനാപ്പിൾ. ആ പൈനാപ്പിൾ എടുത്തപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. ഞാനും കുറച്ച് മധുരമായതുകൊണ്ട് എനിക്ക് പൈനാപ്പിൾ നല്ല മധുരമുണ്ട്. ഷെഫിന്റെ പൈനാപ്പിൾ കുറച്ചുകൂടെ കറിയോട് ചേർന്ന് നടക്കുന്ന ഒരു പൈനാപ്പിൾ. നത്ത് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഇല്ലായിരുന്നു, പക്ഷെ മധുരമുണ്ട്. പൈനാപ്പിളിന് നല്ല മധുരമുണ്ട് അല്ലേ? അപ്പൊ ഈ ഡിഷ് നമ്മള് പൈനാപ്പിൾ കൊണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, പൈനാപ്പിൾ വെച്ചിട്ട് എന്ത് ഡിഷാണ് ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ലൈമും കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, പൈനാപ്പിൾ സ്റ്റൂ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അതിന് വേറെ പേരിടാം, നത്തിട്ടേക്കുന്ന ഈ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു പൈനാപ്പിൾ സസ്പെൻസ്. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു 2 എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുന്നത്, കുക്കറി ഷോ പോലത്തെ ഒരു പരിപാടി. അതും ഞാൻ സാധാരണ ചെയ്തിട്ട് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും, നമ്മൾ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാന്നുള്ളതാണ്. പക്ഷേ ഇതല്ല, ഇത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അതൊരു ശരിക്കും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും അപ്പോൾ എൻ്റെ ആഹാരം കഴിക്കാൻ ഇനിയും വരിക. പിന്നെ തീർച്ചയായും ഇവിടെ 4 മണിക്കാട്ടിലും കോട്ടയത്ത്
കള്ളുഷാപ്പുണ്ട് എനിക്ക് മുട്ടിയറ. അവിടെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ വിഭവങ്ങൾ നല്ല എരിവൊക്കെ ഉള്ള വെള്ളച്ചാട്ടമുള്ള. മഴ പെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ മഴയില്ല, കാരണം മഴ മൊത്തത്തിൽ ഇപ്പൊ ഡ്രൈ ആയതുകൊണ്ട് വെള്ളം ഇനി കിണറ്റിൽ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമാവും. മഴയില്ല, പക്ഷെ അതെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോഫി ഷോപ്പ് പോലെ ഒരു കള്ളുഷാപ്പാണ്. അപ്പൊ നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 2 എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് നമുക്ക് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ KSന്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പം തലമുറകൾ കൈമാറിയ രുചിക്കൂട്ട്. തലമുറകൾ കൈമാറി, താങ്കളും ഇത് പല തലമുറകൾക്ക് കൈമാറി. ഇപ്പൊ യാതൊരുവിധ കെമിക്കൽസ് ആഡ് ചെയ്യാത്ത ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ അല്ലൂറെക്സിയറിന്റെ ബോഡി പ്രൊഡക്ട്സ് ആണ്. വീണ്ടും നത്തിന്റെ ശത്രുവാണ്, പക്ഷെ നത്തിന്റെ അമ്മയുടെ മിത്രമാണ്. മേജർ പുട്ടുപൊടിയാണ്. അപ്പൊ ഇത് ഒരു ഇത്തിരി പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പുട്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ മേജർ പുട്ടുപൊടി. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ 2 എപ്പിസോഡിൽ നത്തെ ഉണ്ടായി. അടിപൊളിയായിരുന്നു. നല്ല കിടലനായിട്ട് കുക്ക് ചെയ്തു. നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കുറെ അധികം സിനിമകളുടെ വിശേഷങ്ങൾ ചർച്ച ചെയ്തു. പാട്ട് പാടി, നല്ല നാടൻ പാട്ടുകൾ പാടി 2 എപ്പിസോഡിൽ. മെമിക്രി കാണിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു 2 എപ്പിസോഡാണ്. നിലനിർത്തുക മാത്രമല്ല, ഞാൻ പറഞ്ഞത് പ്രേക്ഷകർ നാളെ പറയും, നത്ത് തല വെച്ചിട്ടുള്ള മിക്ക സിനിമകളും വൻ ഹിറ്റാണ്. അതൊരു ഭയങ്കര ശുഭലക്ഷണവും കൂടാണ്. ഞങ്ങളുടെ പരിപാടിയിലും തല വെച്ചിട്ടുണ്ട്. ഇതൊരു വൻ ഹിറ്റ് ആയിരിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും തുടരുമ്പിലെ ആ വഴിതിരിച്ചു വിട്ട് ലാലേട്ടനുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വിധിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞ നത്തെന്ന് പറയുന്നില്ല മണിയന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് തുടരുമ്പിലെ തന്നെ ഒരു പാട്ട് പറഞ്ഞിട്ട് പാടാം. നമ്മളപ്പോ പാട്ടൊക്കെ പാടി ചാച്ച ബബ്ബായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നാളൻ ആൻഡ് മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴി